ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും പാലും വെച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്, എന്നാൽ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് 2 മുട്ടയാണ്. പിന്നെ ഒരു കാര്യം, മുട്ട ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനൊരു കസ്റ്റർഡ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് മാത്രം മുട്ട ചേർത്തുന്നേ ഉള്ളൂ. മുട്ട ചേർത്താൽ നല്ലതാണ്. ഇനി മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ല, ഐസ്ക്രീമിൽ ആ മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർത്തും അവോയ്ഡ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ 2 മുട്ട ചേർക്കുന്നുണ്ടവർ ഉള്ളവർ ചേർക്കുക, അല്ലാത്തവർ നേരിട്ട് തന്നെ അരിപ്പൊടി ചേർക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടിയാണ്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇനി വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി എടുക്കുമ്പോൾ വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസ് പൊടി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ മിക്സിക്കകത്തോട്ട് മുട്ടയും അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 1/2 ലിറ്ററോളമുള്ള പാലാണ്. ഇത് പാൽ മേടിക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് മേടിക്കാൻ നോക്കുക. പിന്നെ ഞാനിത് 1/2 ലിറ്ററോളം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഇതാ ഈ പാലും അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ മുട്ടയും അതുപോലെ തന്നെ ഈ അരിപ്പൊടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ മിക്സിനകത്തോട്ടാണ് ഞാനിപ്പോൾ ഈ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര, അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ മധുരം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഇതാ ഞാൻ അതും മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കരുത് കേട്ടോ, ഫ്ലെയിം ഓൺ ആക്കരുത്. അല്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പാനിനകത്തോട്ട് ഈ ഒരു പാൽ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പതുക്കെ ഇനി കുറുകാൻ തുടങ്ങും. പിന്നെ അരിപ്പൊടി മാത്രമല്ല, നമുക്ക് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാം, മൈദ യൂസ് ചെയ്യാം, ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, റവ യൂസ് ചെയ്യാം. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു ദിവസം ഗോതമ്പ് പൊടിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഗോതമ്പ് പൊടിയുടെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു അതിന് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ. അത് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളെടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവ് കൂടുതലായി കാണും. അന്നേരം ഈ ഒരു ഫുൾ ഫാറ്റ് മിൽക്കും അല്ല, എന്നാൽ ഗോതമ്പ് പൊടിയുടെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ഈ 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി കറക്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറവ് നമ്മൾ എടുത്താൽ മതി. കാരണം ഗോതമ്പ് പൊടിക്ക് ഇച്ചിരിയും കൂടെ ഒരു കുത്ത് കൂടുതലാണ്, ആ ഒരു ഫ്ലേവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഞാൻ ഈ ആദ്യമേ തന്നെ ചേരുവകളെല്ലാം മിക്സിയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അടിക്കാം. ഞാൻ ആദ്യം അരിപ്പൊടിയും മുട്ടയും അടിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കിടന്നാലോ എന്ന് ഓർത്തിട്ടാണ് അത് തന്നെ ആദ്യം ഒന്നൊരു പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. അതിന് ശേഷമായിരുന്നു ഞാൻ പാലും പഞ്ചസാരയും ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാൻ ഇളക്കി കാണിക്കാം. നമുക്കിത് പതുക്കെ ഇങ്ങനെ തിക്കാവാൻ തുടങ്ങും. അപ്പോൾ കൈവിടാതെ ഇളക്കുക, മാറാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത്. നമുക്ക് ഈ പാല് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി പിന്നെ ഒരു 5 മിനിറ്റും കൂടി ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഈ പാല് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ പാല് തിളച്ച് വന്ന ഒരു തിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാം നിങ്ങൾക്ക് പാലൊക്കെ ഇങ്ങനെ പതുക്കെ ഈ ഒരു മിക്സ് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്, അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എടുക്കണം കേട്ടോ, വടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ പക്ഷേ ഇത് പോരാ, നമുക്ക് അല്പം കൂടെ ഒന്ന് തിക്കാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഇവിടെ 1 മിനിറ്റോളം കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാ കാണാൻ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിനകത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചൂടാറട്ടെ.
ഇതാ അപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയുടെ പാലിൻ്റെ മിക്സ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെ, കാരണം ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. നമുക്ക് ഇനിയിപ്പം ഇതിന് വേണ്ടി ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും മേടിക്കാൻ പോകണ്ട. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി അല്ലെങ്കിൽ റവ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റവ, ഗോതമ്പ് പൊടി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് എന്നും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം, കാരണം അത്രയും ഹെൽത്തിയാണ്. നിങ്ങൾ പഞ്ചസാര അല്പം ഒന്ന് കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇനി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട്, നല്ല തിക്ക് ക്രീമി ആയിട്ട്, പേസ്റ്റ് അല്ല, നല്ല തിക്ക് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഫ്രീസറിനകത്ത് വെക്കാൻ പോകുന്നത് ആ പാത്രം എടുക്കുക. ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ച് വെക്കണം. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂറോളം ഫ്രീസറിനകത്ത് ഈ ഒരു മിക്സ് വെക്കണം. ഇത് നമ്മൾ കട്ടിയാക്കരുത്, കാരണം നമുക്ക് ഇനി ഇതൊന്നും കൂടെ അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് മാത്രം ഒന്ന് വെച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടൊന്ന് അതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് മൂടി കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പം ഇപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ക്രിസ്റ്റൽസ്, ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ വീണ് കഴിഞ്ഞാൽ വെള്ളം പോലെയായിപ്പോൾ നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലത്തെ ഒരു ഫിലിം പേപ്പർ വെക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ നല്ല പ്രോപ്പറായിട്ട് അടപ്പുള്ള ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇത് അടപ്പുണ്ടായിട്ട് ഇതുപോലെ ഫിലിം പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാൽ ഇച്ചിരിയൊക്കെ ഈ ഒരു ഇതിനകത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫിലിം പേപ്പർ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പിന്നെ ഇനി നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം കേട്ടോ. ഒത്തിരി നമ്മളത് കട്ടിയാക്കി എടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്. ചാനലിൻ്റെ പേര് മംസ് ഡെയിലി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ എടുത്ത് വന്നിട്ടുള്ളത്. അതായത് അവിടെ ഇവിടെ മാത്രമേ ഇതൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു എന്താ പറയുക, ഒരു ഐസ്ക്രീം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയൊരു കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇതെന്തിനാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നത്. കാരണം ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമായിട്ട് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റോളം നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ മുന്നൊക്കെ എടുത്തത് അതുപോലൊക്കെ തന്നെയാണ്. ഞാൻ മിക്സിയിൽ എപ്പോഴൊക്കെ അടിച്ചിട്ടുണ്ട് അതെല്ലാം 1 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് സ്പീഡ് 1ൽ തന്നെ ഇട്ടിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനകത്ത് ഈ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊരു വീണ്ടും ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിനകത്ത്, അത് ഓരോ ഫ്രീസറിന് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് സമയമൊക്കെ കൂടും കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ 7 മണിക്കൂറിനകത്ത് എനിക്ക് ആയി കിട്ടിയായിരുന്നു. പിന്നെ ഞാനത് ഒത്തിരി കല്ല് പോലെയൊന്നും തണുക്കാനായിട്ട് വെക്കാറില്ല, കാരണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കല്ല് പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സോഫ്റ്റ് ആവുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ 7 മണിക്കൂർ ആയപ്പോൾ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അവിടെ 7 മണിക്കൂറാണ് കഴിഞ്ഞു. ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. അതായത് നമുക്ക് എടുത്ത ഉടനെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്, കട്ടിയായിട്ടൊന്നല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു സ്കൂപ്പ് വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂപ്പ് നമ്മളെപ്പോഴും ഇതുപോലത്തെ ഒരു സ്കൂപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്ക് വേണം ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഐസ്ക്രീം അല്ലേ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇടാമെന്ന് തന്നെ ഓർത്തത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഐസ്ക്രീം മേടിച്ച് വെക്കാറില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വന്നത് ശരിയാന്ന്, കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുമ്പം അതൊന്ന്
അതൊന്ന് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ കുറേ പെൻഡിങ് ഉണ്ട് റിപ്ലൈ ചെയ്യാനായിട്ട്. ഞാനപ്പോൾ അതിപ്പോൾ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കരുത്, എന്നെ ചീത്ത വിളിക്കരുത്. ഞാൻ സമയം പോലെ ഞാൻ റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങിത് ഒരു അല്പം ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. ഞാൻ ഈ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.